Hi everyone, welcome back to my channel. So this is a very unfiltered video that I'm showing you today. എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോസ് ഇട്ടാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ മോർണിംഗ് റുട്ടീൻ കാണിക്കോ അതൊക്കെ കാണിക്കണം എന്നുണ്ട് ബട്ട് I like to show a very neat video, like my house must be neat, or I should be dressed neatly. But അതൊന്നും നടക്കാറില്ല. നമ്മൾ രാവിലെ ഒരു ഹറി ബറിയിലാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശങ്കുടും എല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കുറച്ച് ഡിഫിക്കൽട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. ബട്ട് ഇന്ന് I thought I'll show you a raw footage of what I usually do in the mornings. ഇറ്റ്സ് എ വെരി ഇംപ്രോംപ്റ്റു വീഡിയോ. ഞാൻ പ്ലാനൊന്നും ചെയ്യാതെ എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആൻഡ് പ്ലീസ് എൻ്റെ ഈ അൺഅയൺഡ് ടീഷർട്ടൊന്നും പ്ലീസ് ഡോണ്ട് മൈൻഡ്, ബിക്കോസ് എനിക്ക് അയൺ ചെയ്യാനൊന്നും സമയമില്ല. വെറുതെ ഒരു ടീഷർട്ട് എടുത്തിട്ടു, അത്രേ ഉള്ളൂ. സോ ഇന്ന് ഒന്നുമില്ല, ഇറ്റ്സ് എ വെരി 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 നോർമൽ ഡേ. രാവിലെ എണീറ്റ് രാഹുൽ ഓഫീസിലേക്ക് പോയി. സോ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ഞാൻ നല്ല ലേറ്റാവും ഉറങ്ങാൻ. ഞാനും രാഹുലും എല്ലാം മൂന്നുപേരും കൂടെ ഉറങ്ങുമ്പോൾ എന്തായാലും ഒരു 1 o'clock ഒക്കെ കഴിയാറുണ്ട്. അപ്പം രാവിലെ എണീക്കാനും വൈകും. സോ രാഹുൽ രാവിലെ 7 മണിക്ക് എണീറ്റ് he will do his things, like he'll iron his office wear, he'll have his breakfast. ബ്രെഡ് ആയിരിക്കും മോസ്റ്റ്ലി. അപ്പം ഞാൻ ഉറങ്ങുമായിരിക്കും ആ സമയത്ത്. എന്താ വെച്ചാൽ രാത്രി ശങ്കുടു ഒരു 4-5 times, സംടൈംസ് മോർ ദൻ ദാറ്റ്, എണീക്കും പാല് കുടിക്കാൻ. സോ എൻ്റെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ കാരണം ഹി ഡസൻ വേക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്, ഹി ഡസൻ ഡിസ്റ്റർബ് മീ. ഹി ജസ്റ്റ് നമ്മളോട് ജസ്റ്റ് ഒരു ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഓഫീസിലേക്ക് പോവും. എത്ര പേർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് ലൈഫിൽ എന്ന് എനിക്കില്ല. ബട്ട് ഐ എം വെരി ലക്കി ടു ഹാവ് ദാറ്റ് ഫ്രീഡം. My husband never tells me to wake up, make breakfast and all that, because he knows that I'm already doing so much by myself. എൻ്റെ റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പതുക്കെ ഒരു 10 o'clock ആകുമ്പോഴാണ് ഞാൻ എണീക്കുക യൂഷ്വലി. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. ലൈക്ക് രാഹുലിൻ്റെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഐ ട്രൈ ടു വേക്ക് അപ്പ് ഏർലി ആൻഡ് പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് നമ്മൾ 3 പേരും മാത്രം ആകുമ്പം ഇറ്റ്സ് ഓക്കെ. ലൈക്ക് എൻ്റെയും മോൻ്റെയും മോൻ എണീക്കുമ്പോഴല്ല അവന് ഫുഡ് കൊടുക്കാൻ പറ്റും. എനിക്ക് അവനെ ഫോഴ്സ്ഫുള്ളി എണീപ്പിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോഴൊക്കെ മെല്ലെ എണീറ്റ് അവൻ ഉറങ്ങായിരിക്കും. എന്നിട്ട് ഞാൻ പോയി ചായ ഉണ്ടാക്കും, ചായയും റസ്ക്കും കഴിക്കും. ആദ്യം അതാണ് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് സമയം അവിടെ കൗച്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇവിടുത്തെ ബാൽക്കണിയിലിരുന്ന് നമുക്ക് നേച്ചറൊക്കെ കാണാൻ നല്ല രസം. ഞാൻ ഒരു ദിവസം ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഹോം ടൂർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലല്ല എൻ്റെ വീട്. അപ്പം അങ്ങനെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം അങ്ങനെ ഇരിക്കും. ആ സമയത്ത് എനിക്ക് ഓരോ ഐഡിയാസൊക്കെ മനസ്സിൽ വരുമ്പോൾ ഞാൻ അതൊക്കെ എഴുതിയെടുക്കും. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ ഒരു 11 ആകുമ്പോൾ ശങ്കുടു എണീക്കും. അപ്പോൾ ശങ്കുടു എണീറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. അവന് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പുറകിലോട്ടാണ്. അവന് ഇഷ്ടമില്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ്. അതുകൊണ്ട് അത് ഭയങ്കര ട്രിക്കിയാണ്. ശങ്കുടുവിന് ഇപ്പം ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്സാണ് കൊടുക്കുവാണെങ്കിൽ ഞാനും അത് തന്നെയാണ് കഴിക്കുക. അല്ലെങ്കിൽ ദോശ കൊടുക്കുവാണെങ്കിൽ അത് കഴിക്കും. ദോശ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദോശയിൽ ഒരു ഹാഫോ ചിലപ്പോൾ 1/4 ഒക്കെ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും. പക്ഷേ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഇഡ്ഡലി, പിന്നെ ഇടയ്ക്ക് ഒരു ഫ്രഞ്ച് ടോസ്റ്റൊക്കെ ആക്കും. ബിക്കോസ് ഇവിടെ ബ്രെഡ് എപ്പോഴും ഉണ്ടാവും. എന്താ വെച്ചാൽ രാഹുൽ രാവിലെ എണീറ്റ് ബ്രെഡ് കഴിച്ചിട്ടാണ് പോവുക യൂഷ്വലി. അപ്പം അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല അവന് ഫുഡ് കഴിക്കാൻ, എന്നാലും ഇതൊക്കെയാണ് കഴിക്കുക. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ലഞ്ച് ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് അവൻ്റെ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അറ്റൻഷൻ വേണം. ബിക്കോസ് കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നെങ്കിൽ ഡോറ് അടച്ച് ലോക്ക് ചെയ്യും, ഇപ്പം അതൊക്കെ പഠിച്ചു. അല്ലെങ്കിൽ കബേർഡിനകത്ത് ഒളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇലക്ട്രിക്കൽ വയറെടുത്ത് സ്വിച്ച് ഓൺ ഓഫ് ഒക്കെ ചെയ്യും. അപ്പം ഭയങ്കര ഡേഞ്ചറസ് റിസ്കി ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കണ്ണ് വേണം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ലഞ്ച് ഉണ്ടാക്കണമെങ്കിൽ, എനിക്ക് 1 മണിയാകുമ്പോൾ ലഞ്ച് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അവന് TV വെച്ച് കൊടുക്കും. ഹായ്, do you want to say hi? Come. Say hi. Hi, say hi.
Say hi to your friends and your fans. Say hi. Okay. അപ്പം അവന് ഞാൻ ടി വി വെച്ച് കൊടുക്കും. ദ തിങ് അബൌട്ട് സ്ക്രീൻ ടൈം ഈസ് വവ ഫാൻ ഓഫ് ചെയ്യുക സൗണ്ട് വരും. ഓക്കെ. സ്ക്രീൻ ടൈം കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഇപ്പം ഇവിടെ വേറെ ഇപ്പം എൻ്റെ ഫാമിലി, രാഹുലിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഐ പ്രിഫർ ഹിം പ്ലേയിങ് വിത്ത് ദെം വൈൽ ഐ കുക്ക്. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഐ ഹാവ് നോ അതർ ചോയ്സ്. ലൈക്ക് അവനെ ഒരു സ്ഥലത്ത് ഒന്ന് നിർത്തണമെങ്കിൽ എനിക്ക് സ്ക്രീൻ വെച്ചേ പറ്റും. അപ്പോൾ സ്ക്രീൻ വെക്കുന്ന സമയത്ത് ഐ ക്വിക്ക്ലി ഗോ ആൻഡ് മേക്ക് ലഞ്ച്. യൂഷ്വലി ഫോർ ഹിം ഇറ്റ്സ് പരിപ്പ് കഞ്ഞി വിത്ത് സം വെജിറ്റബിൾ. ഞാൻ അതേ ചോറെടുത്തിട്ട് എന്തെങ്കിലും, എനിക്ക് വലിയ കാര്യമായിട്ട് ലഞ്ച് വേണമെന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും തൈരും ഒരു വെജിറ്റബിൾ ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി. അല്ലെങ്കിൽ ഇടയ്ക്ക് രാഹുൽ ഓഫീസിൽ നിന്ന് ലഞ്ചിന് വരും. രാഹുലിൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്, ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ രാഹുൽ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ രാഹുലിന് ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടാക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വൈകിട്ട് ഇപ്പം 7 days a week ഓൾമോസ്റ്റ് 4-5 days നമ്മൾ വെളിയിൽ നിന്നാണ് കഴിക്കുക വൈകിട്ട്. ഇവിടെ അടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ദോശ കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് ആക്കി കഴിക്കും. അങ്ങനെ അത്ര വലിയ ലാവിഷായിട്ടൊന്നും ഡിന്നറൊന്നും ഉണ്ടാക്കേണ്ട സമയം എനിക്ക് കിട്ടാറില്ല. പിന്നെ മോന് ലഞ്ച് കൊടുക്കും. ഞാൻ ലഞ്ച് കഴിച്ചിട്ട് ഒരു 3:30 ആകുമ്പം അവനൊന്ന് കുളിപ്പിച്ചിട്ട് അങ്ങനെ അവനെ ഉറക്കും. അവനെ ഒരു 1 or 2 hours ഉറക്കും. ചില ദിവസം ഉറങ്ങാറില്ല. ഉറങ്ങാത്ത ദിവസം ഞാൻ അവനെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്കിലോ ഏതെങ്കിലും മോൾസിലോ കൊണ്ടുപോയി അവൻ റിയലി ഡ്രെയിൻഡ് ഔട്ട് ആവുന്ന വരെ അവനെ കളിപ്പിക്കും. തിരിച്ച് വന്നിട്ട് ഒരു 1 hour ഉറങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് സിമിലർ റുട്ടീനാണ്, പക്ഷെ ചില ദിവസം മാറിയേക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ കാണിക്കാമെന്ന്. എനിക്ക് മോർണിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒരു ആഫ്റ്റർനൂൺ റുട്ടീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കി, ഒരു ദോശ കഴിച്ചു, മോന് സ്ക്രാമ്പിൾഡ് എഗ്സ് കൊടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 1 o'clock ആയി ഉച്ചയ്ക്ക്. അപ്പം ഞാൻ ഓൾറെഡി ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തു. ഞാൻ ചോറുണ്ടാക്കി, പിന്നെ വൻപയർ ഒരു തോരൻ പോലെ ഉണ്ടാക്കി, പിന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്ക അച്ചാറുണ്ടാക്കി, പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കും കഴിക്കുന്ന നേരത്ത്. അത്രയേ ഉള്ളൂ. അപ്പം രാഹുലിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ വൻപയർ. അപ്പം ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞു വൻപയർ ആക്കിയിട്ടുള്ള വേണമെങ്കിൽ കഴിക്കാൻ വന്നോളൂ. അപ്പോൾ രാഹുൽ എന്തോ മീറ്റിങ്ങിൽ ബിസിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വൈകിട്ട് വന്നിട്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ. അപ്പം ഞാൻ കഴിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ വൻപയർ ഉണ്ടാക്കിയത്. ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ വൻപയർ തോരൻ. പിന്നെ ചോറ് ഇനി വാർക്കണം. ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാറാട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് രാഹുലിൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഉണ്ടായ നെല്ലിക്കയാണ്, ഓർഗാനിക് നെല്ലിക്കയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശങ്കുടുവിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ നല്ല മടിയായിരുന്നു. അപ്പം ഞാൻ ഈ എലാബറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സമയമെങ്കിലും കുക്ക് ചെയ്യാൻ ഞാൻ കിച്ചണിലെടുത്ത് ഐ ഫീൽ വെരി ബാഡ് ദാറ്റ് ഐ കുഡൻറ്റ് പ്ലേ വിത്ത് ശങ്കുഡു ഓർ ഹി വാസ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ. ഇപ്പം എന്നെപ്പോലെ മക്കളെ ഒറ്റയ്ക്ക് നോക്കുന്ന അമ്മമാർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. സോ എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അവൻ കുറേ സമയം സ്ക്രീൻ ടൈം ചെയ്ത് ഞാൻ കളിച്ചില്ല എന്നൊക്കെ ഓർത്താൽ. അപ്പം ഞാനിന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒന്നാമത് അവന് വിശക്കുന്നില്ല, പിന്നെ അവന് ലഞ്ച് കൊടുക്കാൻ ഒരു 2:30 ആവും എന്തായാലും. അപ്പോൾ ഇപ്പോൾ 1 o'clock അല്ലേ ആയിട്ടുള്ളൂ. അപ്പം വേഗം അവനൊന്ന് ജസ്റ്റ് ഒന്ന് ടയേർഡാക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മോളിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് സമയം കളിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ വിശക്കുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മാറിയാൽ ചിലപ്പോൾ മോളുടെ അകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വരാമെന്നൊക്കെ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഇനി ആ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും. അപ്പം ഐ തോട്ട് ഐ ഷൂട്ട് എ വീഡിയോ ആൻഡ് ഷോ യു ഗൈസ് ഓൾസോ ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം കം വിത്ത് മീ, ഐ ടേക്ക് യു ഔട്ട്. ഓക്കെ, അപ്പം പോയാലോ? നമുക്ക് സ്ട്രോളർ എടുക്കുന്നില്ല ബിക്കോസ് ശങ്കുടു ഒന്ന് ഓടി കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പം എൻ്റെ പ്ലാൻ ചിലപ്പോൾ മാറിയേക്കാം. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് വിശന്നാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിക്കും, അല്ലെങ്കിൽ ശങ്കുടുവിന് കൊടുക്കും.
പിന്നെ വൈകിട്ട് വന്നിട്ട് രാത്രി ഡിന്നറിന് ചിലപ്പോൾ ഈ കഞ്ഞിയൊക്കെ കൊടുക്കും. അതാണ് എനിക്കൊരു പ്രോപ്പർ റുട്ടീനല്ല, അതാണ് ഞാൻ നിങ്ങളത് കാണിക്കാതെ എന്ത് പറഞ്ഞ് കാണിക്കും എന്നാണ് ഞാൻ ആലോചിക്കുക. അപ്പോൾ ഞാൻ അധികം വർത്തമാനം പറയണില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊരു ആഫ്റ്റർനൂൺ റുട്ടീൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ കം ജോയിൻ മീ. ഓക്കെ, ലെറ്റ്സ് ഗോ ടുഗെദർ. വെയർ യുവർ ഷൂസ്? കം പൊന്നു, കം. കാലി നോക്കണം. എടാ ഓക്കെ, ഏത് ഷൂസ് ആയിട്ടുണ്ട്? ഓക്കെ, ലെറ്റ്സ് വെയർ ദിസ്. മമ്മ ലോക്ക് ചെയ്ത ഡോറോ? Okay, let's lock the door. Okay, let's wear the shoes. Hi. Say hi. Hello to my friends. Okay, mommy. You wanna eat out today or you wanna have kanji mama? Let's eat out and then have kanji mama for dinner. Okay. Let's play and then have your favorite kanji mama for dinner, okay? Kanji mama. Yeah, okay. Yeah. Okay, let's go. Will you be a good boy? Will you be a good boy? Okay. Okay, പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഓടും. ഐ ഹോപ്പ് ഇന്ന് ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാമല്ലേ. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്, അവന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പാവം, ഇവിടെ അങ്ങനെ അത്ര ആൾക്കാരൊന്നും ഇല്ലല്ലോ അവിടെ അവന് കളിക്കാൻ. നാട്ടിലാണെങ്കിൽ സമയം പോണതേ അറിയില്ല, കുറേ ആൾക്കാരും. ഇവിടെ അതാണ് ഒരു ലോൺലി ഫീലിംഗ്. ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ, എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഇവൻ ലോസ്റ്റ് ആവാതെ നോക്കണം, അതാണ് നമ്മളുടെ മെയിൻ എയിം അല്ലേ. Okay. Okay. I'll get you some yummy food, okay? Okay. അപ്പോൾ നമുക്ക് ബസ് എടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു മോളിലേക്ക് പോവാം. മോൾ അവിടെ ഒരു ഔട്ട്ഡോർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അവിടെ നല്ല രസമാണ്. ഇവിടെ നിന്ന് അടുത്താണ്. You must behave well, okay? മേരി ക്രിസ്മസ് എന്നൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് വീട്ടിൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്ലിപ്പറിയാ, ബി കെയർഫുൾ. ഇവിടെ എപ്പോഴും മഴയാ, മഴയും ചൂടും. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ വേറെ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാ, പതുക്കെ നടക്കണേ, ഇത് വെള്ളമുണ്ട്, സ്ലിപ്പറിയാ. ഓക്കെ, സ്ലിപ്പറിയാ, വെള്ളമുണ്ട്, പതുക്കെ നടക്കണം. ബസ് സ്റ്റോപ്പിലെത്തി. ശങ്കടു ബസ് വരുവേ. ശങ്കടു 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 ശങ്കടു. ആ കാണുന്നതാണ് കേട്ടോ നമ്മളുടെ ബിൽഡിംഗ്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയും അടുത്താണ് ബസ് സ്റ്റോപ്പും വീടും, അതുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആണ്. ഇത് നമ്മളെ ബസ് എത്തി. ഏ ശങ്കടു സ്റ്റോപ്പ് പറ ബസ്സിനോട്. സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ്, വി വാണ്ട് ടു ഗോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഉറക്കം വരുന്ന അവിടെ കളിക്കണ്ടേ? ഓക്കെ, ആർക്കോ വേണ്ടി പോകുന്ന പോലെ. ഓക്കെ, കളിക്കാം, കളിച്ചോട്ടെ. അമ്മമ്മ എക്സ്ട്രാ ഡ്രസ്സും ടവലെല്ലാം എടുത്തിട്ടുണ്ട്, അവിടെ പോയി കളിച്ചു. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എത്തി. എന്താ പറഞ്ഞ? ബബായ് ബസ്ന്നോ? ബബായ് ബസ് എന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്തു. അവൻ എല്ലാ ലിവിങ്ങും നോൺ ലിവിങ് സാധനത്തിനും ബബായും ഹായും പറഞ്ഞ് ഉമ്മയ്ക്ക് കൊടുക്കുന്നത്. ബബായ് പറ. ബബായ് ബസ്. സോ സ്വീറ്റ് മമ്മി.
ഇപ്പം നമ്മളിവിടെ എത്തി. ഇവിടെ ആക്ച്വലി ഈ ഒരു ടൗൺ സെൻറ്റർ എന്നാ പറയാ. അതിൻ്റെ താഴെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റ്, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കിട്ടുന്ന സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു ഷോപ്പിംഗ് സെൻറ്ററും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടൗൺ സെൻറ്ററിൽ വരുമ്പോഴാണ് ഞാൻ നല്ല ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കും. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും, ഇടയ്ക്ക് നല്ല വെജിറ്റബിൾസും കിട്ടും. അപ്പോൾ ഇന്ന് എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഫ്രൂട്ട്സ്, ശങ്കുടൂന് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബേക്കറി ഉണ്ട് ഇവിടെ, അപ്പോൾ അവിടുത്തെ ഇവിടെ കുറച്ച് ഹെന്നും അതിൻ്റെ ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അങ്കിള് കാണിച്ചു തന്നു, മോനെ കാണിക്കാൻ പറഞ്ഞു. സോ സ്വീറ്റ്. ബാ ബാ ബാ, അങ്കിൾ വിളിക്കുന്നു. See. Feeding the baby. Oh, so cute. Yeah, very cute. Wow. Yeah. Can say how many? 1, 2, 3, 4. Chicken. അപ്പോൾ അവിടെ കുറേ ചിക്സും അതിൻ്റെ ഒരു ഹെന്നും ഉണ്ട്. താങ്ക് യു. കാണാൻ പറ്റുമെന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക്. നൈസ് അല്ലേ? So sweet, Allah. Uncle wanted to show you. No, let's go. Let's buy strawberry. Yeah, അത് പോയി. അത് അതിൻ്റെ വീട്ടിലേക്ക് പോയി. കാണാൻ പറ്റുമെന്ന് അറിയില്ല. പോയിടാ, അതതിൻ്റെ വീട്ടിലേക്ക് പോയി. Let's go. Bye. Okay, let's go. അതാ, yeah. Hi, കുക്കു. ഇതിനാണ് ഞാൻ ഇവനെ വെളിയിലേക്ക് കൊണ്ടുവരാം. ബിക്കോസ് അവനിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോവാനും. എന്ത് പറ്റി, പേടിയായ? ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ബി സ്കെയർഡ്. കം. അവനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ കൊണ്ടുവരാൻ. ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്നത്. ബി കെയർഫുൾ, ദിസ് എ സൈക്കിൾ. കാക്കയില്ലേ, മമ്മൻ കഴിക്കാൻ പോയേ. കാക്ക അല്ല, പിജിൻ. ഓക്കെ, മമ്മൻ കഴിക്കാൻ പോയി. നമുക്കും മമ്മൻ കഴിക്കണ്ടേ? ബൈ കാക്ക. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, അപ്പോൾ അവിടെ നല്ല ഗാർലിക് ബ്രെഡ് കിട്ടും, കസ്റ്റേർഡ് ബ്രെഡ്. അപ്പോൾ ഞാൻ എപ്പോഴും വരുമ്പോൾ അത് വാങ്ങിക്കും. അപ്പോൾ രാഹുൽ പറയും, എപ്പോഴും വരുമ്പോൾ നിനക്ക് ഒരേ സാധനം വാങ്ങിക്കാനുള്ളൂ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടുന്ന് വേറെ ഒന്നും ട്രൈ ചെയ്യില്ല, അത് മാത്രം വാങ്ങിച്ചിട്ട് വരും. സൈക്കിൾ. ഞാൻ ഈ ഒരു സ്ട്രീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഹാപ്പനിങ്. ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ നല്ല രസം. ഇവിടെ ഇവർ ടെൻ്റൊക്കെ ഇട്ടിട്ട് പാട്ടും ഡാൻസും കുറേ സ്റ്റോൾസൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ക്രിസ്മസ് ആവാറായില്ല, അതുകൊണ്ട് ലെറ്റ്സ് ഗോ. ഇതേ ഉള്ളൊരു പ്രശ്നം, സ്ട്രോളർ കൊണ്ടുവന്നില്ലെങ്കിൽ കയ്യും പിടിക്കില്ല. എനിക്ക് പേടിയാ ലോസ്റ്റ് ആവോ. ഇവിടെ ഒരു മെക്ഡോണൽഡ്സും ഉണ്ട്. നമുക്ക് കുറച്ച് സമയം നടന്ന് കളിച്ച് വന്നിട്ട് മെക്ഡോണൽഡ്സ് കഴിച്ചിട്ട് പോവാം. ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു. ക്രിസ്മസിനായി എന്തൊക്കെയോ സ്റ്റോൾസൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡൂറിയൻ. ഇത് ചക്ക ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ് ഡൂറിയൻ എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ഒരു മോശം സ്മെല്ലാണ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം കഴിച്ചവരൊക്കെ അത്ര വലിയ അഭിപ്രായം ഒന്നുമല്ല പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഡൂറിയൻ. ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ ഡൂറിയൻ കൊണ്ടുപോകാൻ പാടില്ല, ഹോട്ടലിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. ബിക്കോസ് അതിൻ്റെ മണം കാരണം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റോൾസ് കാണിച്ചു തരാം കേട്ടോ. ഹൈ ഫുഡ്, then some crispy vada, corn dog, twist potato. ഇതാണ് കേട്ടോ ഡൂരിയൻ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, ഇനി ഞാൻ കഴിക്കുമെന്നും തോന്നുന്നില്ല. അതിലേ പോവാം. അതിലെയാണ് ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഉള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ യൂഷ്വലി ഫ്രൂട്ട്സ് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പോവാം. സ്ട്രോബെറി വാങ്ങിച്ചിട്ട് പോവാം. Thank you. Let's go. ചെറിയൊക്കെ ഫ്രഷാണ്.
മാങ്ങ, നല്ല മാങ്ങ. പക്ഷെ എനിക്ക് മാങ്ങ എങ്ങനെ വാങ്ങിക്കേണ്ടത് അറിയില്ല. ഇത് കുറേ മാത്സും അങ്ങനത്തെ ഒക്കെ കുറേ സ്റ്റോൾസ് ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഇതൊക്കെ ഈ ഫെസ്റ്റിവൽ സമയത്ത് മാത്രമേ ഉണ്ടാവുന്നു. Look at this flower. Nice അല്ലേ? ഇങ്ങനത്തെ ഈ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സമയത്ത് കാണാൻ പറ്റുന്ന കേട്ടോ. കുറേ ഡ്രസ്സസിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. ഇത് ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്. കൊള്ളാം, നല്ല ബെഡ്ഷീറ്റ്സ് ഉണ്ട്. നന്നായിട്ടുണ്ടല്ലോ വാവേ. നമുക്ക് മമ്മ എല്ലാം കഴിച്ചിട്ട് നോക്കാം. ഓക്കെ. പിന്നെ ഇത് ബാഗ്സ്, ക്രോക്കറി ഒക്കെ. ഇത് കുറേ നൈറ്റ് ഡ്രസ്സും ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. ഇത് എൻ്റെ ചേച്ചിക്കും എൻ്റെ കസിൻസിനൊക്കെ ഇഷ്ടമായി ഇവിടുത്തെ നൈറ്റ് ഡ്രസ്സൊക്കെ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഇവിടുത്തെ നൈറ്റ് ഡ്രസ്സും അതൊക്കെ. ഇത് ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് നല്ലതാണ് ഇതൊക്കെ. കൊള്ളാലോ ശങ്കുടു, നൈസാണല്ലോ. ഇത് ഗെയിംസ് കളിച്ചിട്ട് ടോയ് വിൻ ചെയ്യുന്ന പോലത്തെ എന്തൊക്കെയോ. പിന്നെ ഇത് മീറ്റും ഫിഷൊക്കെ. ഓ നൈസ്, കൊള്ളാലോ. പിന്നെ ഇത് ബ്രേസ്ലെറ്റ്സ്, ചെയിൻസ് ആൻഡ് ദെൻ ഫോൺ കവേഴ്സ്. വാവ്. ഇവിടെ ആക്ച്വലി ഈ സ്റ്റോള് വെച്ച സ്ഥലത്ത് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ആണ് യൂഷ്വലി ഉണ്ടാവുക. അവിടെ ശങ്കുടൂനെ ഇടയ്ക്ക് കളിക്കാൻ കൊണ്ടുവരാറുണ്ട്. ഞാൻ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ അതുണ്ടെന്ന് ഓർത്തിട്ടാണ് ഇന്ന് വന്നത്. അവനെ കളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാൻ പോകും. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോള് വെച്ച കാരണം ആ വാട്ടർ ഫൗണ്ടൻ്റെ മേളിലാണ് അവർ വെച്ചത്. അതുകൊണ്ട് അതിപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. അയ്യോ, സാരില്ല. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ ഇതൊക്കെ. ഇവിടെയായിരുന്നു ആ ഫൗണ്ടൻ ഉണ്ടായത്. ഞാനൊരു ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ അതോർത്തിട്ടാണ് വന്നത്. സാരില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ബേക്കറി പോയിട്ട് ഗാർലിക് ബ്രെഡും കസ്റ്റർഡ് ബണ്ണും വാങ്ങിക്കാം. ഇതാണ് ബേക്കറി കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോവാം. ഒരു ചേഞ്ച് ചെയ്തെടുക്കാം. യൂഷ്വലി എടുക്കുന്ന ഗാർലിക് ബ്രെഡ് ഇതാണ്. ഇത് കണ്ടോ, ഇത് വെറൈറ്റി അല്ല ഇവിടുത്തെ ബേക്കറി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെറൈറ്റി സാധനങ്ങളാണ്. ഭയങ്കര ടേസ്റ്റാട്ടോ എല്ലാം. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്, പക്ഷെ ഫുൾ ഫാറ്റാണ്. എന്താ ചെയ്യുക. ഇത് നമുക്ക് ആ സൈഡിലേക്ക് ഇങ്ങോട്ടൊന്ന് പോവാം. ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. അതോ did you see the Christmas tree? Wow. Becca. മോൻ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അവന് എന്ത് ബോറടി ആയിരിക്കും. അവന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കി അവരെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ സമയത്ത് ഇതൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാറുള്ളൂ. വേറെ സമയത്ത് ഉണ്ടാവാറില്ല. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫെയർ പ്രൈസ് ഫൈനസ്റ്റ്. അപ്പോൾ ഇവിടുന്ന് 2-3 സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നാളത്തേക്കും മറ്റന്നാളത്തേക്കും അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് മമ്മ കഴിക്കാം. Let's take mushroom and chicken. Okay?
ഓക്കെ. ഞാൻ മഷ്റൂം നോക്കുകയാണ്. മഷ്റൂം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമല്ലോ. മഷ്റൂം എവിടെയാ? മഷ്റൂം മീമി വേണോ? മീമിയാണോ അത്? വേണോ മീമി? എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഇവൻ ഭയങ്കര ഓട്ടമായിരുന്നു അവിടെ. പിന്നെ എനിക്ക് പേടിയായിരുന്നു ഇനി കാണാതായി പോകുമെന്നൊക്കെ. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ സ്ട്രോളറിൽ കിടത്തി വരാം, അല്ലെങ്കിൽ രാഹുൽ വരുമ്പോൾ വാങ്ങിക്കാം. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അത്യാവശ്യമുള്ളതൊക്കെ വീട്ടിലുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഹാവ് സം ഫുഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇപ്പോൾ 2:30 ആയി. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ മെഗ്ഡി ഉണ്ടല്ലോ, എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് മെഗ്ഡി. അപ്പോൾ അവിടെ പോയി ഞാനൊരു ബർഗർ കഴിക്കും, ശങ്കുടു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കും. നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും വേണം. ഇതിവിടെ നല്ല ക്രോക്കറി ഒക്കെ കാണും. അധിക സമയം ഇവിടെ നിന്നാൽ ഡേഞ്ചറസ്. അവന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിക്കും. Careful, be careful. പോയി. എവിടെ കാറ് കണ്ടാലും അപ്പം അതെടുക്കും. വാവേ വാവേ, നോ 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 നോ, you know we'll buy later, okay? No no no, ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല. No no, ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല വാവ. I don't have place in my bag. Come come. No 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 no. നമുക്കില്ലേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം. Come, let's go. Let's go to the table. Come, let's find a table. കാണിക്ക്. വാ, ഇനി നമ്മൾ വരുമ്പോൾ നമുക്ക് clap for mommy. Does it feel empowering? അങ്ങനെ മെക്ഡോണൽഡ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ചേച്ചി വിളിച്ചത്. അപ്പോൾ ചേച്ചി വിളിച്ചത് എന്ത് പറയാനാന്ന് വെച്ചാൽ, ചേച്ചി ഫസ്റ്റ് ടൈം കൊച്ചിയിൽ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് ജിമ്മിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അത് കുറേ പേർക്ക് അത് ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, പക്ഷെ എനിക്കും ചേച്ചിക്കും ഒക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണത്. ബിക്കോസ് ഓഫ് കോഴ്സ് ചേച്ചി പുറത്തൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചിങ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാനും. ആ ഒരു ഏജിൽ എല്ലാം ട്രൈ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഗട്ടറിലൊന്ന് വീണേ പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ തകർന്നു. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്തിട്ടേ ഇല്ല.
അപ്പം അവൾ വണ്ടിയെടുത്ത് പോയി എന്ന് കേട്ടപ്പം എനിക്കൊരു ഇൻസ്പിറേഷനായി. ഞാൻ അവളോട് പറയാം, നെക്സ്റ്റ് ടൈം ഞാൻ നാട്ടിൽ വരുമ്പോൾ നീ എന്നെ കൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കണേ എന്നൊക്കെ. ശരിക്കൊരു ഇൻഡിപെൻഡൻറ്റ് ആവുന്നത് ഒരു ഡ്രൈവിംഗ് കൂടെ അറിയുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് റോഡ് ഫിയർ ഉണ്ടായിട്ട് അത് മാറിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യണേ. എനിക്കും അത് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ഓൾറെഡി 3:30 ആവാറായി. മോന് ഇനി കുളിപ്പിച്ചിട്ട് ഉറക്കണം. അപ്പം വീട്ടിൽ പോയാലോ? സേ ബൈ. സേ ബൈ. സേ ബൈ. താങ്ക് യു. സേ താങ്ക് യു. ഞാൻ തിരിച്ച് ഇവിടെ ഒരു മോളുണ്ട് ഈ ടൗൺ സെൻറ്ററുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള. എൻ്റെ മോളിൻ്റെ അകത്താണ്. ഇറ്റ്സ് ഓക്കെ. ബസ് ഇൻ്റർചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ബസ് എടുത്ത് പോവാം. ശങ്കരു എൻജോയ് ചെയ്തു. ബിക്കോസ് സ്ട്രോളറിൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഒരു റെസ്ട്രിക്ഷൻ അല്ലേ. അതുകൊണ്ട് ഇതിപ്പോൾ വെറുതെ നടക്കുമല്ലോ. ഞാൻ കുറച്ച് കെയർഫുൾ ആവണം എന്നേ ഉള്ളൂ, അവൻ ലോസ്റ്റ് ഒന്നും ആവാണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്വീറ്റായിട്ട് എനിക്ക് രാഹുലിന് എപ്പോഴും കഴിക്കണം. വളരെ മോശമാണ്. നമ്മളെപ്പോഴും പറയും അയ്യോ തടി കൂടുന്നു എന്നൊക്കെ. പക്ഷേ ഒരു സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് പോലെയാണ്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്വീറ്റായിട്ടുള്ള വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. Do you want tarts? Do you want some tarts? Do you want some tarts? I said tarts. No, thank you. ഈ ഹൊക്കേഡോ ഇത് വാങ്ങിക്കാം. ഹൊക്കേഡോ വോൾക്കാനോ ഡോണറ്റ്. Yeah, that's all. $5 and $50. $5. നമ്മുടെ ബസ് വന്നു തോന്നുന്നു. വേഗം ഒന്ന് ഓടി നോക്കട്ടെ. യെസ്, ബസ്. ഞാൻ ആക്ച്വലി ബസ് വന്ന് കണ്ട് അപ്പം ഞാൻ ഓടിപ്പോയി. ബട്ട് ഞാൻ ഇവിടുന്ന് സാധനം എടുക്കാൻ മറന്നു. ബസ് പോവാതിരുന്നാൽ മതിയായിരുന്നു. അടുത്ത ബസ് 10 minutes കഴിഞ്ഞിട്ട്. അയ്യോ ബസ് പോയി. ഇനി കുറേ സമയം വെയിറ്റ് ചെയ്യണം. താങ്ക് യു. നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 7 ബസ് സ്റ്റോപ്സ് അല്ലേ? 7 കഴിഞ്ഞു. ഇന്നത്തെ ഒരു ആഫ്റ്റർനൂൺ റുട്ടീൻ ഇതേ ഉള്ളൂ. ഇനി പോയിട്ട് മോനെ കുളിപ്പിച്ചിട്ടൊന്ന് ഉറക്കണം. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും എഡിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്താലോ വ്ളോഗ്. ആക്ച്വലി വീഡിയോയിലൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് ആ ഒരു ടൗൺ സെൻറ്ററിൽ എങ്ങനെ മാർക്കറ്റൊക്കെ ഉണ്ടാവുമെന്നൊക്കെ കാണിക്കാൻ പറ്റി. അത്രയേ ഉള്ളൂ. അപ്പം let's say bye-bye. So thank you for watching our vlog. Until I see you next time. Bye-bye, Bada. Bye-bye. Bye-bye. Take care. Love you all. La 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 la. കാര്യം മുറിഞ്ഞിരിക്കുന്നത്
ഞാൻ നേരത്തെ ബായ് പറഞ്ഞെങ്കിലും ഞാൻ കരുതി രാഹുൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുറച്ചും കൂടിയും വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ രാഹുൽ ഓഫീസിൽ നിന്ന് എത്താൻ ഒരു 7:30 ആവും, ചില സമയത്ത് ലേറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിടയ്ക്ക് പോവും, അല്ലെങ്കിൽ രാഹുലും മോനും കൂടെ എവിടെയെങ്കിലും പോവും. അപ്പം അന്ന് നമ്മൾ വിചാരിച്ചു ഒന്ന് ഒരു ചായ കുടിച്ചിട്ട് വരാം. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പോയി ചായയും എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിഷ്വൽസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. Shangadu. Hi. Dum 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 dum. അപ്പോൾ നേരത്തെ ഞാൻ ബായ് എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ബായ് പറയാം. അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വെരി സ്മോൾ വ്ലോഗ് ഓഫ് മൈൻ. Until I see you next time. Bye bye. Bye. Bye bye. Thanks for watching. Bye.